ഏത് വരണ? എങ്ങോട്ടാ? ചുമ്മാ വെറുതെ ടൗണിലേക്കാണ് കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, വാ കേറടാ. കണ്ടത് നന്നായി. ഇവിടെ ഓട്ടോറിക്ഷ കിട്ടാൻ വലിയ പാടാണ്. സിറ്റിയിലാണെങ്കിൽ അതൊരു പ്രശ്നമേ ഇല്ല. ഇതിന്റെ അപ്പോൾസ്റ്ററി നന്നായിരിക്കുന്നു. കോയമ്പത്തൂരായിരിക്കും ജയിച്ചത്. ഇവിടെ തന്നെ ചെയ്തേട്ടാ. ഇതേത് മോഡലാ? 72. അയ്യോ കണ്ടാ തോന്നത്തില്ല. ഞാൻ വിചാരിച്ചു 79 80 ആയിരിക്കുന്ന. ഇതെവിടേക്കാ? ചേട്ടാ ആ ജംഗ്ഷനിൽ നിർത്തിയാൽ മതി. സുശീലിന്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്? അവളെ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല. ഇവിടെ ലീലയുടെ വീട്. ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. വരട്ടെ. ശരിയോട്ടാ, ബാങ്കിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് ടൗണിൽ തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാലും മതി, ഞങ്ങൾ പൊയ്ക്കോളാം. ഏയ് സാരമില്ല, ഞാൻ ഏതായാലും ഒഴിക്കാൻ പോകുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യും. ശരിയോട്ടാ, ഇവിടെ വിട്ടാ മതി. ഓക്കെ സാർ. താങ്ക്സ്. ഓക്കെ. ഇനി ഈ കണ്ട ദൂരം മുഴുവൻ തിരിച്ചു നടക്കണമല്ലോ. അനുഭവിച്ചാടാ ചൊക്ക. ഒരു കാര്യം, ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് കോൺഗ്രസാ? പണ്ട് സൂക്ഷ്മമായി പറഞ്ഞാല് 1945 സ്വാതന്ത്ര്യ സമരം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലം. അന്ന് ഈ നിൽക്കുന്ന സേതു ഒന്നും ഇല്ല. കേട്ടോ നായരെ, നമ്മുടെ TK-യും അനന്തസുബ്രഹ്മണ്യരും ചേർന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ കോൺഗ്രസ് ചേർത്തത്. ഞാനന്ന് സിംഗപ്പൂരിലായിരുന്നുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ പറ്റി നേരിട്ടുള്ള അനുഭവമില്ല. എന്റെ പത്മനാഭൻ നായര്, അതൊരു കാലമായിരുന്നു. ആവേശം അങ്ങനെ അങ്ങ് നിറഞ്ഞിരിക്കല്ലേ. ആരോടാ കളിക്കുന്നേ? സാഹിബിനോടാ. തന്നേക്കാൾ വലിയ ശത്രുവിനെ നേരിടുമ്പോഴുള്ള ആ ഒരു വീര്യം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ഞാനും കൂടെ കോൺഗ്രസ് ആയപ്പോ ആളുകളൊക്കെ ഇളകി. എന്റെ പൊന്നു ചേച്ചി, എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും. അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ചേട്ടനെ ഇന്ന് കഷ്ണമാക്കും. നിൽക്കുന്ന നിൽപ്പ് വേണ്ട, പാവം തോന്നും ചേച്ചി. നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടനെ വിളിക്കിച്ചല്ലോ. ഇന്നത്തെ പോലെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളൊന്നും അന്നില്ലല്ലോ. കോൺഗ്രസ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചെയ്തേട്ടാ, ചേച്ചി വിളിക്കുന്നു. നീയല്ലേ? ഞങ്ങൾ കുറച്ചേരം കൂടെ ഇങ്ങനെ വെണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, പിന്നെ അവിടുത്തെ വധത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ. സ്വതയം മിണ്ടാട്ടം ഇല്ലാത്ത ആളാണ് നമ്മുടെ അച്ഛൻ. സേതുവേട്ടന്റെ അച്ഛൻ വന്നപ്പോഴല്ലേ ഒന്ന് മിണ്ടി കേട്ടത്. നല്ല മിണ്ടലാണ്. ആരെ വെട്ടുമെന്നാ സംശയം. വാളും തമ്മിലല്ലേ ഉരസല്. പറ്റിയ പാർട്ടിയാ രണ്ടും. ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോകണം. അപ്പൊ സേതുവേട്ടൻ ബാങ്കിൽ പോകുമ്പോ കൂടെ വന്നാ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതിനൊന്ന് ഞായറാഴ്ചയല്ലേ? അയ്യോ, അതോർത്തില്ല. പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? മോൾ ഉറക്കമാണ്. നിർമ്മലാപ്പുറത്ത് കാണും. സീത രാവിലെ അമ്പലത്തിൽ പോയി. വരുന്ന വഴി ഹരിയുടെ വീട്ടിൽ കയറുമെന്നാ പറഞ്ഞു. നിർമ്മലേ, ഹരിയും ഫ്രണ്ടും വന്നിരിക്കുന്നു. കാപ്പി എടുക്കും. കാപ്പി അതിനെന്താ കുടിക്കാം? കഴിഞ്ഞ തവണ കാപ്പ് കുടിക്കാൻ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല. തിരക്ക് കൊണ്ടാണെങ്കിൽ നന്ദുവിന് അത് വലിയ ഫീലിംഗ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഏതായാലും കാപ്പ് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. അയ്യോ അതല്ല, കാപ്പി പിന്നീട് ഒരിക്കലാവാം. എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോയേ പറ്റൂ. എടാ, അതിനൊന്ന് ഞായറാഴ്ചയല്ലേ? അയ്യോ എന്നാലും പോണം. അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഹരി ഒരു കാര്യം ചെയ്യ്, നീ സംസാരിച്ച് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് സാവകാശം വാ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. മറ്റേട്ടാ. എക്സ്ക്യൂസ് മീ, ഹരി ഇവിടെ ഉണ്ടോ? ഹരി നിങ്ങളും കൂടെ അല്ലേ വീട്ടിലേക്ക് പോയത്? അതെ, വാസ്തവം. ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടെന്ന് കരുതി അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ.
മിസ്റ്റർ, Yes? നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ആ, പിന്നെ കമ്പനി നല്ല ഫസ്റ്റ് ക്ലാസ് ജോലിയുണ്ട്. 10,000-2000 രൂപ ശമ്പളവും കിട്ടും. നാണമില്ലാതെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത്? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഇത് നിർത്താറായില്ലേ? ആ, ഇത്രയും നാളായിട്ടും ഞാൻ ഈ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും എന്നെ മൈൻഡ് ചെയ്യാതുള്ള സീതയുടെ ഈ സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. സത്യം, ഓരോ തവണ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴും സീത എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ദ മോർ ഐ ലൈക്ക് യു. നിരസിക്കും തോറും എനിക്ക് ഇഷ്ടം കൂടുക. സത്യം പറഞ്ഞ എനിക്ക് സീതയെ കല്യാണം കഴിക്കണം എന്നവരെ ആഗ്രഹമുണ്ട്. ദേ, വെറുതെ തോന്നിയാസം പറ്റത്. കണ്ടോ, ഇപ്പൊ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു സീത ചോദിച്ചു. ഇതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇത് കേട്ട ഉടനെ നാണിച്ച് തലതാഴ്ത്തി അച്ഛനോട് ചോദിക്കൂ എന്ന് പറയുന്ന അലവലാദികൾ ആർക്ക് വേണം? എതിർക്കൂ, എതിർക്കൂ. അതാണ് എനിക്ക് സന്തോഷം. ഐ റിയലി മീൻ ഇറ്റ് സീത. എനിക്ക് സീത ഇഷ്ടമാണ്. ഐ ലവ് യു. ഈ നന്ദു ഉണ്ടല്ലോ, അവനൊരു പെക്യൂലിയർ ടൈപ്പാണ്. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് അടുക്കത്തില്ല. അടുത്താലോ ഭയങ്കര അറ്റാച്ച്മെന്റും ആയിരിക്കും. ധാരാളം സ്വത്തും പ്രതാപവും ഒക്കെ ഉള്ള തറവാട്ടി ജനിച്ചതല്ലേ, അതിന്റെ ഒരു ഗുണം കാണാതിരിക്കോ? സ്വഭാവം എന്ന് പറഞ്ഞാലോ, മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇങ്ങനെ ഒരാളിനെ. സിഗരറ്റ് വലിക്കില്ല, സ്മാൾ അടിക്കില്ല, എന്തിന് യാതൊരുവിധ ചീത്ത സ്വഭാവങ്ങളും ഇല്ല. നന്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നോണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഹരി, ഈ പുതിയ പണി എപ്പോഴാ തുടങ്ങിയത്? ഏത്? അല്ല, കൂട്ടുകാരന് വേണ്ടി ഇപ്പൊ നടത്തുന്ന ഈ പണിയുണ്ടല്ലോ, അത് എപ്പോഴാ തുടങ്ങിയതെന്ന്. എടാ ചക്കരെ, നിന്റെ ഒരു ഐശ്വര്യം ഞാൻ ആലോചിക്കായിരുന്നു. ദേ, നീ 1 മണിക്കൂർ മാറി നിന്നു, അതിന്റെ ഐശ്വര്യം എനിക്കുണ്ടായി. ഞാൻ സീതയെ കണ്ടു, എനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമാണെന്നുള്ള മാറ്റർ സ്റ്റൈലായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു. ഞാനിപ്പോ അതിനുള്ളതും കൂടെ അനുഭവിച്ചോണ്ടാ പോരുന്നത്. ഞാൻ എന്നാ ഈ മാമാപ്പണി തുടങ്ങിയെന്ന് അവളെന്റെ മുഖത്ത് നോക്കി ചോദിച്ചടേ. ആ, ഞാനങ്ങ് ഉരുകി വല്ലാണ്ടായി. എനിക്ക് അപ്പോഴേ തോന്നി നീ വല്ല തോന്നിയാസവും കാണിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീത എന്റെ മുഖത്ത് അങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ പണ്ട് കോളേജ് പഠിക്കുമ്പോ ഹരി പറയായിരുന്നു, അമ്മയ്ക്ക് ഈന്തപ്പഴം എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പൊ ഞാനിന്ന് ടൗണിൽ പോയപ്പം കുറച്ച് വാങ്ങിച്ചേ. നല്ല സ്റ്റൈല സാധന. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ സാധിച്ചു തരാം. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ ഈയിടെ ഒരു കുട്ടിയെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അവരോട് അവതരിപ്പിച്ചാൽ മാത്രം പോരാ, കല്യാണം നടത്തി തരണം. കുട്ടി ഏതാണെന്ന് പറ. സീത. നമ്മുടെ സീതയോ? ഇക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇതിനാണോ ഇത്രയും വിളക്ക് കിട്ടിയത്? നല്ല കാര്യമാവുന്നു. നല്ല കുടുംബം. ആ കുഞ്ഞാണ് എനിക്ക് എന്റെ മോളെ പോലെയാ. പിന്നെ കുഞ്ഞിന്റെ കുടുംബം ഒട്ടും മോശമല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ചേരും. നീ ഇതെവിടെയായിരുന്നു? അമ്മേ, ഞാൻ ക്ലബ്ബ് വരെ പോയിരുന്നു. നീ വരാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചുമ്മാ. ഇല്ല, ഞാൻ വേറെ വഴിക്ക് പോയി. എടാ ഹരി, നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ മോള് സീതയില്ലേ, അവളെ നന്ദുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല ബന്ധമായിരിക്കും. നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്കേ, ഞാൻ ചോദിച്ചു. നന്ദു, നീ ആള് കൊള്ളാമല്ലോടാ. എടാ, അതാണോടാ ആണുങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. നിന്നെ ഏൽപ്പിച്ചൊരു ജോലിക്ക് നിനക്ക് കാര്യപ്രാപ്തി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ പിരിച്ചുവിട്ടു. പകരം കാര്യപ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. നിന്നെ സമ്മതിക്കണം. ആ മക്കളെ, ഊണ് കഴിക്കാം. എനിക്ക് പൂണ് വേണ്ട. ആ, യവന് വേണ്ടി പെണ്ണാലോചിക്കാൻ അമ്മയ്ക്ക് സമയമുണ്ട്. ഇവിടെ ഒരുത്തം പെര ഇറങ്ങി നിന്നിട്ട് അമ്മയ്ക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ. അയ്യാ, പെണ്ണാലോചിക്കാത്ത കുറ്റമേ ഉള്ളൂ. ആ കാശിന് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോടാ? പെണ്ണാലോചിക്കണം പോലും.
പിന്നെ ലോകത്ത് വരുമാനം ഇല്ലാത്തവനൊക്കെ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കല്ലേ? നീ പോരാണ് ഞാൻ പോണം. ഹരി കുഞ്ഞെ നീ വന്ന് ഊണ് കഴിക്കേ. അവൻ പോന്നെങ്കിൽ പോട്ടെ. അമ്മ എനിക്ക് ചോറില്ലേ? നിനക്ക് വേണമെങ്കിൽ വന്ന് ഊണ്. വേണേ വന്നോളൂ. എനിക്ക് വേണ്ട. വേണ്ടേ വേണ്ട. അമ്മ മോരുണ്ടോ? ഇല്ല. ഇല്ല. മോരല്ലെങ്കിലും ഉണ്ണ. അമ്മ വിളി